അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വീടിൻ്റെ അവിടേക്കൊന്നും പോകാൻ പറ്റില്ല. വീടിൻ്റെ തുടക്ക ഭാഗമാണിത്. നമ്മുടെ വഴിയുടെ തുടക്ക ഭാഗത്ത് ഇത്രയും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ റോട്ടിലൊക്കെ നല്ല ഹൈറ്റിൽ വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോയി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു തുടക്ക ഭാഗത്ത് ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ബൈജേട്ടനും അത്താണിയിലെ സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞില്ലേ, നേരം വെളുത്തപ്പോൾ ആകെ ശോകമുഖമായിട്ട് ആൾ നിൽക്കണുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതാണ്, വീഡിയോ ആയി പോയി ഇതാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ് കേട്ടോ. ഒരു ഭൂകമ്പം കഴിഞ്ഞ പോലെ ഇവിടെ കിടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി വന്ന ഒരു മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. പിള്ളേരെ വീട്ടിലേക്ക് കയറ്റി വിട്ടാലും ബൈജാണ് ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്കൊരു സമാധാനമില്ല. 2018 ഞാനത് അനുഭവിച്ചത്. ബൈജേട്ടോടെ ഒറ്റയ്ക്കും ഞങ്ങൾ മമ്മിയുടെ അടുത്തായിട്ട്. ഇപ്പോൾ നിറച്ച് റൂമുകളാട്ടാ. ഈ റൂമുകളിലൊക്കെ നമുക്കറിയണ ഫാമിലീസ് ഉണ്ട്. കാരണം കുറാഞ്ചേരി ഭാഗത്ത് 2018 നിങ്ങൾക്കറിയാം ഉരുൾപൊട്ടിയിട്ട് ഒരുപാട് പേര് മരിച്ചതാണ്. നമ്മുടെ തൃശ്ശൂർ കുറാഞ്ചേരി, അതായത് നമ്മുടെ അത്താണി വടക്കാഞ്ചേരിയുടെ മധ്യഭാഗത്തായിട്ട് വരുന്ന കുറാഞ്ചേരിയിൽ. അപ്പോൾ ഓരോ റൂമിലും നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഓരോരുത്തരെ കാണണേട്ടോ. ഇവർക്ക് കടയായ കാരണം ഒരുവിധം ആൾക്കാരൊക്കെ അവർക്ക് പരിചയമുണ്ട്. ബൈജാൻ്റെ ചേട്ടൻ്റെ ഫാമിലിയും ഈ ഒരു റൂമിൽ തന്നെയാട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നല്ല ഭംഗിയുള്ള എന്താ പറയുക തെങ്ങും പറമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മനസ്സമാധാനം ഈ പച്ചപ്പൊക്കെ നോക്കി നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ ബൈജേട്ടൻ ഭയങ്കര മൂഡ് ഓഫ്. അപ്പോൾ ഞാൻ ബൈജേൻ്റെ അടുത്ത് പറഞ്ഞു, വായോ നമുക്ക് 2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബൈജേട്ടൻ അവിടെ നിർത്തി ഫോട്ടോ എടുത്തതാട്ടാ. പണ്ട് ബൈജേട്ടനായിരുന്നു ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾ. ഞാനൊരു ഫോട്ടോ വിരോധിയായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് അത്ഭുതം ഞാൻ അതുപോലെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അത്താണിയിൽ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് കേട്ടോ. നമ്മുടെ കടയുടെ അടുത്ത് തന്നെ ഒരു 4-5 ബിൽഡിങ് കഴിഞ്ഞാൽ നമ്മുടെ കടയാണ്. അത്താണി സെൻറ്ററിലൊന്നും ആരുമില്ല. അപ്പോൾ ബൈജേട്ടൻ രാവിലെ തന്നെ വീടിൻ്റെ അവിടേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. വെള്ളം എങ്ങനെയുണ്ട്, എന്താണ് വീടിൻ്റെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ നമ്മളിവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് സമാധാനമില്ല. പിന്നെ ഞാൻ ന്യൂസ് വെച്ചപ്പോഴാണ് ഈ വയനാട്ടിലത്തെ സംഭവങ്ങളൊക്കെ അറിയണേ. അത് കണ്ടോടുകൂടെ മനസ്സാകെ ഡൗണായി. ബസ്സുകളൊക്കെ ചെറുതായിട്ട് ഓടി തുടങ്ങി. ഇന്നലെ ബസ്സൊന്നും ഓടുണ്ടായിരുന്നില്ല. വെള്ളം മുങ്ങിയിട്ട് ബസ്സൊന്നും ഓടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും ബൈജാൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ വടക്കാഞ്ചേരി മേൽപ്പാലത്ത് 2-3 സ്ഥലത്ത് ഇതിങ്ങനെ മല ഇടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആകെ പ്രശ്നം തന്നെയാണ്. ഇനിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കണം. അകമല, മാരാത്തുകുന്ന് ആ ഭാഗം, ഉത്രാളിക്കാവ് ആ ഭാഗമൊക്കെ ആൾക്കാർ കുറേ വീടുകളൊക്കെ ഒഴിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വടക്കാഞ്ചേരി സെൻറ്ററാണ് കേട്ടോ. ശോകമൂകഭംഗിലം എന്ന് പറയില്ല, അതുപോലെ വടക്കാഞ്ചേരി ആകെ സൈലൻ്റാണ്. അപ്പോൾ ഒരു മോപ്പ് വേണമെന്ന് ബൈജേട്ടൻ പറഞ്ഞിരുന്നു. മോപ്പല്ല, വൈപ്പർ നമ്മുടെ കടയിലുണ്ട്. പക്ഷേ കട തുറക്കാണ്ട് ബൈജേട്ടൻ ഇങ്ങോട്ട് വന്ന കാരണേ ഒരു പഴയ ഒരു സാധനം ഒരു കടയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ റെയിൽ കിടക്കണം. അത്യാവശ്യം മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടി വരുന്നൊന്നും കാണില്ല. നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്. ഈ വഴിയാണ് ഫസ്റ്റ് ഞാൻ വെള്ളം കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ വീഡിയോയുടെ തുടക്കം. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം കുറവാണെങ്കിലും ആ വളവ് തൊട്ട് നമ്മുടെ വീടിൻ്റെ പകുതി എന്ന് വെച്ചാൽ ആ വഴിയുടെ പകുതി വരെ മുട്ടിനൊപ്പം വെള്ളമുണ്ട്. അവിടെ ഭയങ്കര താഴ്ന്ന പ്രദേശമാണ്, ഏറ്റവും കൂടുതൽ താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ നമ്മൾ കയറി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് വെള്ളം വരണതിനേക്കാളും മുമ്പ് കയറി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി കൂടെ വരാൻ പറ്റില്ല. കഴുത്തിന് മീതെ വെള്ളം വരും. ഈ ഭാഗം ഭയങ്കര താഴ്ച. ടാർ ചെയ്ത റോഡ് തന്നെയാണ്, പക്ഷേ ഭൂമി താഴ്ന്ന് കിടക്കണ കാരണം അങ്ങനെയാണത്. ബൈജേൻ്റെ തറവാടാണ് ആ സൈഡിലുള്ളത്. അവിടെ ആരുമില്ല. അപ്പോൾ ഞാനങ്ങനെ മെല്ലെ ഫോൺ എടുത്ത് വയ്ക്കാണ് കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട്. ഇതേ കണ്ടില്ലേ നമ്മുടെ കുരിശുപള്ളി. ഞാൻ നടന്നു പോയ വഴി ഇതാ ഈ ഹൈറ്റിലാണ് വെള്ളം കിടക്കണ്ടായിരുന്നത് കേട്ടോ. ഈ വെള്ളം താഴ്ന്നപ്പോഴാണ് ഞാൻ നടന്നു പോയത്. സംഭവം മറ്റുള്ള ഇതാലോചിക്കുമ്പോൾ നമുക്കൊന്നുമില്ല. എന്നാലും നമുക്കിങ്ങനെ പെട്ടെന്ന് കാണുമ്പോഴേ നമ്മളെത്ര ധൈര്യം വിചാരിച്ചാലും സാരില്ല പോട്ടെ എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും അവരവരുടെ കാര്യം തന്നെയാണ് ഏറ്റവും വലുത്. നമുക്കിങ്ങനെ ആശ്വസിക്കാനേ പറ്റുള്ളൂ. മറ്റുള്ളവരെ നോക്കിയിട്ടോ അയ്യോ അവരുടെ അത്ര പറ്റിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ ആശ്വസിച്ചാലും ഈ വീട്ടിലാണ് നമ്മൾ ഫസ്റ്റ് കയറുന്നത്. ആ വീടാണ് മുങ്ങി കിടക്കണം കേട്ടോ. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരുവിധം രക്ഷപ്പെട്ടിട്ട് വന്ന് നിന്ന വീടാണ്. ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെയും വെള്ളം കയറി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞില്ലേ, ആ വീടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനത് ഇതിലേക്ക് വെച്ചു എന്നുള്ളൂ. അപ്പോൾ 2018 വെള്ളം വന്നേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഈ വട്ടം വെള്ളം വന്നിരുന്നു. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2018 വെള്ളം വന്നത്. ഇതൊക്കെ ഒരു പരിധി വരെ എന്താ പറയുക കൽപ്പിച്ച് കൂട്ടി ചെയ്യണ പോലെ എനിക്ക് തോന്നും കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് ഇത്ര വെള്ളം കയറിയിരിക്കണം. കാരണം ഞങ്ങളുടെ വീട് നല്ല ഹൈറ്റുള്ള വീടാണ്. ആ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട് ഇത്തിരി ഉയരത്തിലിരിക്കണതാണ്. പക്ഷേ എന്താ പറയുക ക്ലീൻ ചെയ്തപ്പോൾ വെച്ചിട്ട് അവിടുത്തെ അഴുക്കും കൂടി ഇതാക്കിയെന്നുള്ളൂ. വെള്ളം കയറിയ നിങ്ങൾക്കറിയാമല്ലോ, ഒരു വീടിൻ്റെ അകത്ത് ചെളി വെള്ളവും അഴുക്കും കയറിയ എന്തായിരിക്കും അവസ്ഥ എന്ന്. നമ്മുടെ കാറൊക്കെ മുങ്ങിയിട്ടാണ്. പിന്നെ നമുക്ക് 2018 ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണം കുറച്ചൊക്കെ നമ്മൾ ഇതാക്കി. കസാര വേണ ആദ്യത്തെ ബാക്ക് വശം നിലത്ത് മുട്ടുന്നു.
പൊന്തിച്ച് വെച്ചാൽ മതി. ഞാൻ ആക്കി വെക്കാം. അത് നല്ലത് അല്ലേ? അല്ല ഇതുപോലെ ഫിനിഷിങ് ആവേ. പിന്നെ ഒറ്റയടിക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതേമാതിരി ഫിനിഷിങ് ആവും. പിന്നെ നമ്മൾ ഒറ്റയടിക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒരു ജനലുകൾ തുറന്നിടണ. ജനല തുറന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവിടുത്തെ ജനല കണ്ട് ഒരു പൊട്ട സ്മെല്ലേ അല്ലേ? അല്ല കൂടി കുഴിയിലേക്കാക്കാനാ? ഒരണി നീ എളുപ്പമുണ്ടായിരുന്നു പണിക്ക് പോയിട്ട് എടുക്കണ. ഞാൻ എടുത്ത് വെച്ചതാ ഉടനെ. അത് അടുക്കളയിൽ നിന്ന് ഒഴുകി വന്നത്. കോട്ട എവിടെ കിടക്കണേന്ന് ചോദിക്കുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ സാധനങ്ങൾ കയറ്റുമ്പോഴേ നമ്മളിങ്ങനെ മാക്സിമം മുകളിലേക്ക് കയറ്റി വെക്കാൻ ശ്രമിക്കുള്ളൂ കേട്ടോ. അടുക്കളയിൽ നിന്ന് നിങ്ങളൊന്നും നോക്കണ്ട. ഇവിടെ അങ്ങനെയാണ് അവസ്ഥ. ഇവിടെ ഒന്ന് ശരിയാവണമെങ്കിൽ ഇങ്ങനെ ഓഗസ്റ്റ് കഴിയണം. ഒതുക്കാനും പറക്കാനും ഇപ്പോഴും തോന്നണില്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയും മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ. അപ്പോൾ ഞാൻ വടക്കാഞ്ചേരിയിൽ വന്നിറങ്ങിയപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണത്തിനെ കുറ്റം പറയാൻ പാടില്ല. പക്ഷേ ഇത്രയും വൃത്തികെട്ടൊരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ല. ഇതിൻ്റെ കൂടെ ഒരു കറി കിട്ടി ഇഷ്ടമാണ്. വയറ് കേടാവാഞ്ഞത് ഭാഗ്യം. പണിയെടുക്കല്ലേ, ഇവിടെ ഒന്നും വെക്കാനും ആക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. സത്യം പറയാലോ, മേടിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഒന്നാമത് കടകളില്ല. അത് ബൈജേട്ടൻ അത് പറയായിരുന്നു, എന്താവാണാവോ എന്ന് പറയായിരുന്നു. അപ്പോൾ കറി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അത് മാത്രമേ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ജാതി മാജിക്ക് കാണിച്ചു തരാട്ടാ ഞങ്ങളുടെ വീട്ടിലത്തെ. ഇത് നമ്മളെ കോട്ടയാട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാ. പ്രളയം വരുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം വരിക. അപ്പോൾ ഞങ്ങൾ വേസ്റ്റ് വെള്ളവും ഇതിലേക്ക് തന്നെയാണ് തള്ളണേ. സംഭവം അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ വെറ്റി പൊക്കോളൂല്ലോ വെച്ചിട്ടാ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ എടുത്താൽ മതിയല്ലോ. എല്ലാ റൂമിൽ നിന്നും വൈപ്പ് ചെയ്ത് ഇവിടെയാണ് കൊണ്ടുവിടണം കേട്ടാ. തുടക്കൽ എളുപ്പമല്ല, നടുവിൻ്റെ പണിക്കുറ്റം തീരും. അപ്പോൾ വൈപ്പർ വെച്ച് മാക്സിമം നമ്മൾ വൈപ്പ് ചെയ്യാണ്. ഇതിപ്പോൾ ഇതൊക്കെ നമ്മൾ 2-3 തവണ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഇനി വീണ്ടും ഡെറ്റോളിട്ട് തുടയ്ക്കണം. കറണ്ടില്ല, നമ്മുടെ ഇൻവെർട്ടർ കുത്തിയിട്ടാണ്. ഇതെവിടെ നമ്മളൊക്കെ ജനലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ നെറ്റ് അടിച്ച കാരണം നിങ്ങൾക്ക് അറയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ നെറ്റിൻ്റെ അപ്പുറത്തെ പാറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്ന് പാറ്റ, ഒരു ജാതി ജീവികളൊക്കെ. ഇതൊക്കെ ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിൽ ഇതവിടെ പെട്ട് കിടക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുള്ളൂ ഈ നെറ്റുള്ള കാരണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് വെക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ നമുക്ക് രക്ഷയാണ്. അപ്പോൾ ഞാൻ ബാത്റൂം കഴുകിയിട്ട് ഇവിടുത്തെ തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇത് സെറ്റൊക്കെ വെച്ചിരിക്കണം കണ്ട. കർട്ടനൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ ഉണ്ടാവണം. പണ്ടേ പപ്പയ്ക്ക് ചെമ്പ് പണി സ്റ്റീൽ പണി ഉള്ളപ്പോൾ ഉണ്ടാക്കിയിട്ട് മംഗലാപുരത്ത് നിന്ന് കൊടുന്നിട്ടുള്ള ചെമ്പ് കൂടാട്ടത്. ഇത് ഒരെണ്ണം ചേച്ചിയുടെയും ഒരെണ്ണം എൻ്റെയാണ്. അപ്പോൾ അവിടെ വീട് നമ്മൾ മാറിയപ്പോൾ സ്പേസ് ഇല്ലാണ്ടായപ്പോൾ ഇങ്ങോട്ട് കൊടുന്നതാ. ചേച്ചിയുടെ കുടം അവിടെ ഇരിക്കണു. എൻ്റെ കുടത്തിൽ നിറച്ചത് പ്രളയജലം ഉണ്ട്. ഈ കുടം വീണ് കിടക്കായിരുന്നു. അതിലൊന്നും വെള്ളം കയറിയില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളാരങ്കല്ലിട്ടിട്ട് ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവർ മുകളിലേക്ക് കൊണ്ടുപോയിണ്ടായിരുന്നു. വെള്ളാരങ്കല്ലിലുള്ള കാരണം അത് മറഞ്ഞില്ല. അത് കാരണം നല്ല ഭംഗിയിൽ പ്രളയജലം ഒഴിച്ച് തലടിച്ച് വീഴരുത് കേട്ടാ. ഗംഗ ശുദ്ധമായ വെള്ളം എന്നെ നനപ്പിക്കല്ലേ. ആ വെള്ളാരങ്കല്ല് വീഴണ്ട കേട്ടോ. അതിൽ നിന്ന് എന്തെങ്കിലും നിധി ഉണ്ടോ? നിധി മമ്മ നിന്നെ ഭക്ഷണമൊക്കെ തന്നിട്ട് മുകളിൽ ഇരുത്തിയതല്ല കണ്ണാ. നിന്നെ ചാടിപ്പോയേ പേച്ചു. പേടി വന്നാ കുട്ടിക്ക്?
എന്തിട്ട് കൊടുക്കുക ഈ ചോയേ ചിരിച്ച് സന്തോഷത്തോടെ വരുന്നത് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടാ. ബൈജേട്ടൻ ഭയങ്കര ടെൻഷനിൽ തന്നെയാണ്. വെള്ളമൊക്കെ വെറ്റിയിട്ടും ആളൊക്കെ ആയിട്ടില്ല. അപ്പം നമ്മുടെ വണ്ടി കൊണ്ടുപോകാനായിട്ട് ക്രെയിൻ വന്നു. ക്രെയിൻ അവിടെ പാടത്ത് താഴ്ന്നു. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അത് നമ്മൾ ജാക്കി വെച്ചിട്ടൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. കാര്യമൊന്നും ഉണ്ടായൊന്നുമില്ല. അപ്പോൾ വണ്ടി ഒരുവിധം നമ്മുടെ അവിടേക്ക് കയറ്റി. പക്ഷേ വണ്ടി ഇങ്ങനെ കയറ്റിയിട്ട് കാറ് പുറകിൽ തൂക്കിയിട്ടിട്ട് വളച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അവസാനം നമ്മൾ മനസ്സിലാക്കിയ നഗ്നസത്യം കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ കാറ് തള്ളി റോട്ടിലേക്ക് ഇറക്കി. അപ്പോൾ വീടിൻ്റെ അടുത്ത കുട്ടിയേട്ടാ ലിവിൻ, മറ്റേ ക്രെയിനിൻ്റെ അവിടുത്തെ ചേട്ടൻ. ഇന്നിപ്പോൾ ഫ്രീ ആയിട്ടാണ്. നമുക്ക് ഈ മഴയത്തൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് വേസ്റ്റ് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്നുണ്ട്. പ്രളയത്തിൽ നമ്മുടെ സാധനങ്ങളൊക്കെ നാശമുണ്ടെങ്കിൽ ആ വേസ്റ്റൊക്കെ ഹരിത കർമ്മസേന ഇന്ന് ഫ്രീ ആയിട്ട് എടുക്കുന്നതാണ് പറയണത്. അല്ലെങ്കിൽ 60 രൂപ കൊടുത്തിട്ടാണ് അവർ എടുക്കാറ്. നമ്മൾ നനഞ്ഞത് കൊടുത്ത് അവർ എടുക്കില്ല കേട്ടോ. എന്നിട്ട് അവർ മഴയത്ത് ചാക്ക് കൊണ്ടുവയ്ക്കും. അങ്ങനത്തെ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കാറ് പോവാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. എല്ലാം ശരിയാവട്ടെ. ഇനിയൊരു പ്രളയം വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.